റിയൽമി GT6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേ പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണല്ല, സെയിം പേരാണെന്നുണ്ടെങ്കിലും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT6 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ BOEയുടെ S1 OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. OLED പാനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഇന്ത്യൻ വെർഷനിൽ നമുക്ക് ഗൗഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വെർഷനിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. പീക്ക് ബ്രൈറ്റ്നസ് വരിക 6000 നിറ്റ്സ് ആയിരിക്കും. വളരെ കൂടിയ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ മെറ്റൽ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും വരിക. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇന്ത്യൻ വെർഷനിൽ ഇതിന്റെ തൊട്ട് താഴെ വരുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസറാണ് വന്നിട്ടുള്ളത്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസർ ആയിരിക്കും ഈ ഒരു പുതിയ വെർഷനിൽ വരിക. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 24 GB റാം വരെയും 1 TB ഇന്റേണൽ വരെയും ഇതിൽ വന്നേക്കാം. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും ഇതിൽ വന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം ഇന്ത്യൻ വെർഷനിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അത്ര ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ക്യാമറയെക്കാളൊക്കെ പ്രോസസർ ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5800 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 9 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേരിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക. വേറെ ഏതെങ്കിലുമൊക്കെ പേരിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വലിയ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും റിയൽമി GT6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.